യഥാർത്ഥത്തിൽ ഇത് ഒരു സത്യഭാമയല്ല. ഇതിനു പിന്നിൽ ഒരുപാട് സത്യഭാമമാർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ അത് ഇപ്പോഴും പലരും ഉള്ളിലാണ്. ഇവർക്ക് പുറകിൽ നിന്ന് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ പറയിപ്പിക്കുന്നവരുടെ ഒരു ശക്തിയാണ് അവരവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം. ആ പിന്നിൽ നിന്ന് പറയുന്നവർക്കൊന്നും മുന്നിലേക്ക് വന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മ. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇങ്ങനെ ഒരു വർണ്ണ വിവേചനം പലരുടെ ഉള്ളിലും ഉണ്ട്. നമ്പൂതിരിയായി ജനിക്കണം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ അതേസമയം കേരളം മുഴുവനും ഈ സ്ത്രീയുടെ ഈ ജൽപ്പനം എന്ന് തന്നെ പറയാം, അതിനെതിരെ ഇത്രയും ശക്തമായി പറഞ്ഞിട്ട് പോലും, പ്രതിഷേധം അറിയിച്ചിട്ട് പോലും അവർക്ക് യാതൊരു കൂസലുമില്ല എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇതിന്റെ പിന്നിൽ അവർക്ക് ശക്തിയായിട്ട് കുറെ പേര് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്ന് കരുതി നമ്മൾ ആരും ഇത് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇതിനെതിരെ ശക്തമായി തന്നെ എത്ര നാൾ വേണമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സത്യഭാമയിലൂടെ കാര്യങ്ങൾ പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സത്യഭാമമാർ ആ തിരശ്ശീലയ്ക്ക് പിന്നിലുണ്ട് എന്ന്. കാരണം ഞാൻ ഒരു വരി വായിക്കാം. കാരണം നമ്മളെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷക, അതായത് ഹൈക്കോടതിയിൽ അഭിഭാഷക വൃത്തി ചെയ്യുന്ന സംഗീത ലക്ഷ്മണ എഴുതിയ ഒരു വരിയാണ്. ഒന്ന് വായിച്ചു നോക്കണം. കാരണം സത്യഭാമ ടീച്ചർ വെറും പൊളിയല്ല, സൂപ്പർ പൊളി. വലിഞ്ഞു കയറി ചെന്ന മാധ്യമപ്പടയുടെ ഊളച്ചോദ്യങ്ങൾക്കും മൗഢ്യധാർഷ്ട്യത്തിന് മുന്നിൽ അടിതെറ്റാതെ സമചിത്തത കൈവിടാതെ മാധ്യമക്കൂട്ടം അർഹിക്കുന്ന അവജ്ഞ പ്രകടമാക്കിക്കൊണ്ട് തന്നെ കലാമണ്ഡലം സംസാരിക്കുന്നത് കണ്ടിട്ട് രോമാഞ്ചമാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് ഇതാണ് പെണ്ണ്, ഉശിരുള്ള ജ്ഞാനിയായ സുന്ദരി പെണ്ണ് എന്ന്. അതായത് ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകയുടെ കുറിപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ പല പല ബോധ്യത്തോടുകൂടിയും പല സത്യഭാമമാരും അതിൽ തുറന്നു പറയാൻ ധൈര്യപ്പെടുന്ന സത്യഭാമമാരും ഉണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവരിത് ഒന്നും രണ്ടും തവണയല്ലല്ലോ, ഇവരെപ്പോഴും അങ്ങനെയാണല്ലോ. അതായത് ഒരു സ്ത്രീക്കെതിരെ ഒരു അനീതി നടന്നാൽ നമ്മൾ ആ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ ഇവരെന്ത് ചെയ്യും? ആ സ്ത്രീക്കെതിരെ സംസാരിക്കും. എന്നാൽ ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ നമ്മൾ ആ സ്ത്രീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇല്ല, ആ സ്ത്രീ ശരിയാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ താങ്കൾ വായിച്ച ആ മെസ്സേജിന്റെ ഉടമസ്ഥ. അതുകൊണ്ട് അവരെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എന്നേ തള്ളിക്കളഞ്ഞ ഒരു കേസാണ്. ഇനിയിപ്പോ ഞാൻ ഈ പറയുന്നതിന്റെ പുറകിൽ അവരൊരു വീഡിയോ ചെയ്യട്ടെ. പക്ഷേ എന്റെ വിഷയം ഇതൊന്നുമല്ല. ഇവരോട് ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് ഇവർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ആ സംസാരിക്കുന്ന ഒരു ധൈര്യം വേണമെങ്കിൽ നമുക്ക്, അതായത് മാധ്യമങ്ങളോട് ഒരു കൂസലുമില്ലാതെ പ്രതികരിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അതൊന്നും തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ എന്ത് വിഷയമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും അവർക്കില്ല. അതായത് ഒന്നടങ്കം എല്ലാവരും കൂടി വന്ന് പറയുമ്പോൾ നമുക്കെതിരെ ഇന്നലെ ഞാൻ അവരോട് മുഖത്തിന് നേരെ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് നമ്മൾ ഏൽക്കണം എന്നില്ല, രണ്ടാൾ പറഞ്ഞാൽ ഏൽക്കണ്ട. പക്ഷേ 10 വിരലും നമുക്കെതിരെ ചൂണ്ടുമ്പോൾ അവിടെ എവിടെയോ എനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം അവർക്കില്ല. അവർ ഈ കറുപ്പിനെയാണല്ലോ അവർ വലിയൊരു കുറ്റമായി കാണുന്നത്. കറുത്ത വർഗം, അതിനെയാണല്ലോ അവർ പറയുന്നത്. ഈ പ്രായത്തിൽ അവരെന്തിനാണ് മുടിയിൽ ഡൈ അടിച്ച് നടക്കുന്നത്? അവർക്ക് വെളുപ്പിച്ച് നടക്കാമല്ലോ. മുടി മുഴുവൻ അങ്ങ് നരപ്പിക്കട്ടെ, നരച്ച് നല്ല വെളുത്ത മുടിയുമായി നടക്കട്ടെ. വെളുപ്പല്ലേ അവരുടെ ആവശ്യം? അവര് വെളുത്ത് നടക്കട്ടെ. അവര് എല്ലാവരോടും പറയണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പക്ഷേ അവരെല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവർ മാധ്യമങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, അവരോടൊപ്പം ചർച്ചയ്ക്ക് ഇരിക്കുന്നവർ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. എല്ലാവർക്കും അവർ സർട്ടിഫിക്കറ്റ്, രാമകൃഷ്ണന് കൊടുക്കും, നാളെ രാധാകൃഷ്ണന് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഇതെന്താണെന്നറിയോ? ഇത് അവർ കാലാകാലങ്ങൾ അവർക്ക് ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല. അവര് തന്നെ ഇന്നലെ ഒരിടത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇതുവരെ ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല, ഞാൻ ഇത്രയും കാലം ഈ രംഗത്ത് നിന്നില്ലേ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കൂടി ഉണ്ട്. ഇതൊരു ലൈം ലൈറ്റിൽ വരിക, താൻ ഒരു വലിയ ചർച്ചാ വിഷയം. പക്ഷെ സംഭവിച്ചത് മഹാപൊട്ടത്തരമായി പോയി, വിവരദോഷമായി പോയി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയും